ഇന്ന് കടന്നു വന്ന എല്ലാവരെയും ഓർത്ത് ദൈവത്തെ നന്ദിയുള്ള ഹൃദയത്തോടെ സ്തുതിക്കുന്നു. നമ്മള് 7 സഭകളുടെ ദൂതിനെ ആസ്പദമാക്കി പ്രവചനാത്മാവിൽ ക്രിസ്ത്യ സഭയുടെ ചരിത്രം നമ്മൾ അപഗ്രഥിക്കുവാനായിട്ട് ആരംഭിച്ചു. ഒരു ക്ലാസ് നമ്മൾ എടുക്കുകയുണ്ടായി. നമ്മൾ കണ്ടു, വെളിപ്പാട് പുസ്തകത്തെ 3ആയി തിരിച്ചിട്ടുണ്ട്. 1-ാം അധ്യായത്തിന്റെ 19-ാം വാക്യത്തിൽ കർത്താവ് തന്നെ ആ പുസ്തകം വിഭാഗിച്ചു കൊടുത്തിട്ടുണ്ട്. നീ കണ്ടത് 1-ാം അധ്യായം, ഇപ്പോഴുള്ളത് 2-3 അധ്യായം, മേലാൽ സംഭവിക്കാനുള്ളത് 4-ാം അധ്യായം. 4-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, ഇവിടെ കയറി വരിക, മേലാൽ സംഭവിക്കാനുള്ളത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഈ പുസ്തകത്തിന്റെ 3ആയിട്ടുള്ള ആ വേർതിരിവ് 1-19 വളരെ വ്യക്തമായി നമ്മൾ കാണുന്നുണ്ട്. അതിൽ ഇപ്പോഴുള്ളത് എന്ന് പറയുന്ന ഭാഗമാണ് 2-3 അധ്യായം. ഈ 2-3 അധ്യായത്തില് 7 സഭകളുടെ ദൂതാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ കാണുകയുണ്ടായി, ആ പ്രദേശത്ത് 7-ലധികം സഭകളുണ്ട് എന്നുള്ളതിന് തർക്കമില്ല. പുതിയ നിയമം തന്നെ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. കൊലോസി, ഹിയറപ്പോലിസ്, ട്രാവോസ് എന്നൊക്കെ പറയുന്ന സ്ഥലസഭകള് ഈ 7 സഭകളോട് കൂടെ ആ പ്രദേശത്തുണ്ട്. എന്നാൽ കർത്താവ് ദൂത് കൊടുക്കുന്നത് മറ്റ് സഭകൾക്കൊന്നും കുറവില്ലാഞ്ഞത് കൊണ്ടോ അവരെ തിരുത്തേണ്ട ആവശ്യമില്ലാത്തത് കൊണ്ടോ അല്ല. കർത്താവ് 7 സഭകളെ തെരഞ്ഞെടുത്തിട്ട് 7 സഭകൾക്ക് വേണ്ട ദൂത് കൊടുക്കുകയാണ്. 7 സഭകളെ തെരഞ്ഞെടുക്കുമ്പോൾ കർത്താവിന് ചില ഉദ്ദേശങ്ങളുണ്ട്. അത് ഏത് കാലത്തും ഉള്ള സഭകളോട് സംസാരിപ്പാനായിട്ട് കർത്താവ് തെരഞ്ഞെടുത്ത 7 സഭകളുടെ ദൂതാണ് ഇവിടെ നൽകപ്പെട്ടത്. നമ്മൾ കണ്ടു, 7 എന്ന് പറയുന്നത് ദൈവത്തിന്റെ പൂർണ്ണ സംഖ്യയാണ്. ബൈബിളിൽ അത് വ്യക്തമായി നമ്മൾ കാണുന്നുണ്ട്. ഈ സഭാ കാലയളവിനെ മുഴുവൻ പ്രതികരിക്കുന്ന 7 സഭകളുടെ ദൂത് കർത്താവിന്റെ ക്രൂശുമരണം തൊട്ട് 1000 ആണ്ട് വാഴ്ച വരെ 7 പഴയ നിയമ ഉത്സവങ്ങളിലൂടെ ലേവ്യ പുസ്തകം 23-ാം അധ്യായത്തിൽ യഹോവയുടെ ഉത്സവം എന്ന് പറയുന്ന 7 ഉത്സവങ്ങളിലൂടെ പ്രതിനിധീകരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായത്തിൽ 7 സ്വർഗരാജ്യത്തിന്റെ ഉപമകളിലൂടെ ഈ കാലയളവിൽ അല്ലെങ്കിൽ കർത്താവിന്റെ അഭാവത്തിൽ ദൈവരാജ്യത്തിന്റെ മാർമികമായ സത്യങ്ങൾ അവിടെ പഠിപ്പിക്കുന്നുണ്ട്. ഈ 3 വേദഭാഗങ്ങളിൽ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ ലേവ്യ പുസ്തകം 23, മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായം, വെളിപ്പാട് പുസ്തകം 2-3 അധ്യായം, ഈ 3 ഭാഗത്തും നമ്മൾ കണ്ടു 7 ഉത്സവങ്ങളിലൂടെ കർത്താവിന്റെ ക്രൂശുമരണം തൊട്ട് 1000 ആണ്ട് വാഴ്ച വരെ പറയുന്നു. 7 ഉപമകളിലൂടെ മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായത്തിൽ കർത്താവിന്റെ അഭാവത്തിൽ ഈ ലോകത്തിൽ ദൈവരാജ്യത്തോടുള്ള ബന്ധത്തിൽ മാർമികമായ സത്യങ്ങൾ പഠിപ്പിക്കുന്നു. അതുപോലെ ഈ വെളിപ്പാട് പുസ്തകം 2-3 അധ്യായത്തിൽ 7 സഭകൾക്ക് കൊടുത്ത ദൂതിലൂടെ വളരെ വ്യക്തമായി സഭാ കാലയളവിനെ പ്രതിനിധീകരിച്ച് ഇപ്പോഴുള്ളതെന്ന് പറയുന്ന ഈ സഭാ കാലയളവിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് അത് നമുക്ക് വ്യക്തമായി ഇവിടെ വെളിപ്പെടുത്തി തരുന്നുണ്ട്. നമ്മൾ ഓർക്കുകയുണ്ടായി, ഈ 7 സഭകള് ആശ്ചര്യമായ സഭകളായിരുന്നു. ആ സഭകൾക്ക് അതിൻ്റെതായ ആവശ്യങ്ങളുണ്ടായിരുന്നു. സോ ഹിസ്റ്റോറിക്കലി ആ സഭകളുടെ ആവശ്യങ്ങളെ കണ്ടുകൊണ്ടാണ് കർത്താവ് ഈ ദൂതുകൾ കൊടുത്തത്. എന്നാൽ ഈ ഓരോ സഭകൾക്കും ദൂത് കൊടുക്കുമ്പോൾ വളരെ വ്യക്തമായി നമ്മൾ കാണുന്നുണ്ട്, ആ ദൂതിന്റെ അവസാനത്തിൽ പറയുന്നുണ്ട്, ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. അപ്പം സർവലോക സഭയോട് സംസാരിക്കുന്ന ദൂതുകളാണ് 7 ദൂതുകൾ എന്നുള്ളത്. ആ ഓരോ സഭയ്ക്ക് കൊടുത്ത ദൂതിന്റെ അവസാനത്തിൽ ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്ന് പറയുന്ന വാക്കിലൂടെ വ്യക്തമായി വെളിപ്പെടുത്തി കിട്ടുന്നുണ്ട്. വളരെ വ്യക്തമായി നമുക്കത് കാണാനായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നു. മൂന്നാമതായിട്ട് നമ്മൾ കണ്ടു, ഇതൊരു മാർമിക സത്യമാണ്. അതായത്
കാലങ്ങൾ കഴിയുമ്പോൾ മാത്രമേ ഇതിൽ അന്തർലീനമായിരിക്കുന്ന സത്യങ്ങൾ വെളിപ്പെട്ട് കിട്ടുകയുള്ളൂ. ആ വിധത്തിൽ ക്രമീകരിക്കപ്പെട്ട ഒരു മർമ്മം കൂടെയാണ് ഇതെന്നുള്ളത് നമ്മൾ കാണുകയുണ്ടായി. നമ്മൾ 1-ാം അധ്യായത്തിന്റെ 20-ാം വാക്യത്തിൽ വായിച്ചു, എന്റെ വലങ്കയിൽ കണ്ട 7 നക്ഷത്രവും നക്ഷത്രത്തിന്റെ മർമ്മവും 7 പൊൻനിഴൽക്കന്റെ വിവരവും എഴുതുക. 7 നക്ഷത്രം വളരെ വ്യക്തമായി നമ്മൾ 20-ാം വാക്യത്തിൽ കണ്ടു. ആ 7 നക്ഷത്രം അതിന്റെ അവസാനത്തിൽ 7 നക്ഷത്രം 7 സഭകളുടെ ദൂതന്മാരാണ്. നമ്മൾ ആ ഭാഗം ചിന്തിച്ചത് കൊണ്ട് ഞാൻ വിശദീകരിക്കുന്നില്ല. എന്നാൽ ഒരു കാര്യം തീർത്ത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. 7 സഭയ്ക്കും കർത്താവ് ദൂത് കൊടുക്കുമ്പോൾ ആ ദൂത് കൊടുത്തിരിക്കുന്നത് ദൂതന്മാരോടാണ്. അല്ലെങ്കിൽ ആ ദൂതന്മാരെന്ന് പറഞ്ഞിരിക്കുന്നത് മെസ്സഞ്ചേഴ്സ് അല്ലെങ്കിൽ ദൂതുവാഹികൾക്കാണ് കൊടുത്തിരിക്കുന്നത്. വളരെ വ്യക്തമായി നമ്മൾ കഴിഞ്ഞ ആഴ്ച അത് ശ്രദ്ധിച്ചത് കൊണ്ട് വീണ്ടും അത് എടുക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല. കൊരിന്ത്യ ലേഖനത്തിൽ പറയുന്നുണ്ട്, നമ്മുടെ സഹോദരന്മാർ സഭയുടെ ദൂതന്മാരാണ്. മറ്റു വിധത്തിൽ പറഞ്ഞാൽ കർത്താവിൽ നിന്ന് ദൂത് പ്രാപിച്ച് സഭയ്ക്ക് കൊടുക്കുന്ന മെസ്സഞ്ചേഴ്സിനാണ് ഈ ദൂതന്മാരെന്ന് അവിടെ പറഞ്ഞിരിക്കുന്നത് എന്നുള്ളത് നമ്മൾ പ്രത്യേക നോട്ട് ചെയ്യുകയുണ്ടായി. അതുപോലെ തന്നെ മലാക്കിയുടെ പുസ്തകത്തിൽ നമ്മൾ കണ്ടു, സൈന്യങ്ങളുടെ യഹോവയുടെ ദൂതനാണ് പുരോഹിതൻ. അവിടെ നമ്മൾ കണ്ട കാര്യം, ആ ദൂതൻ എന്ന് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത് മെസ്സഞ്ചേഴ്സ് ആണ്, ദൂതുവാഹകരാണ്, ദൂത് അറിയിക്കുന്നവരാണ്. മലാക്കി 2:7 പുരോഹിതൻ സൈന്യങ്ങളുടെ യഹോവയുടെ ദൂതനാകിയാൽ അവന്റെ അധരങ്ങൾ പരിജ്ഞാനം സൂക്ഷിച്ചു വെക്കേണ്ടതും ഉപദേശം അവനോട് ചോദിച്ച് പഠിക്കേണ്ടതുമാണ്. പുരോഹിതൻ സൈന്യങ്ങൾ യഹോവയുടെ ദൂതനാണ്. ആ ദൂതൻ എന്നുള്ളത് അക്ഷരിക ഏഞ്ചൽസ് അല്ല, മെസ്സഞ്ചേഴ്സ് ആണ്. 2 കൊരിന്ത്യർ 8:23 നമ്മൾ കണ്ടു, നമ്മുടെ സഹോദരന്മാർ സഭയുടെ ദൂതന്മാരും ക്രിസ്തുവിന് മഹത്വം ആയി തീർന്നിരിക്കുന്നു. നോക്കുക, അത് സഭയുടെ ദൂതന്മാരാണ്. ഇത് വളരെ പ്രാധാന്യത അർഹിക്കുന്നു. നോക്കുക, ദൈവം നേരിട്ട് സഭയ്ക്ക് ദൂത് കൊടുക്കുകയല്ല, എന്നാൽ നമ്മൾ കണ്ടതുപോലെ ആ ദൂത് അറിയിക്കുന്നവർക്ക് ആ ദൂത് കൊടുക്കുകയാണ്. ദൂതുവാഹികളാണ് ഈ ദൂതന്മാരെന്നുള്ളത് ഓർക്കുക. അവർ കർത്താവിനോട് വളരെ അടുത്തിരുന്ന് ആ ശുശ്രൂഷകൾക്ക് വാസ്തവത്തിൽ ദൈവസഭയുള്ള ബന്ധത്തിൽ അവരുടെ ആത്മിക നിലവാരമൊക്കെ സൂക്ഷിക്കുന്ന ആളുകളാണ് ഈ ദൂതന്മാർ. അവര് ശുശ്രൂഷകന്മാരാണ് എന്ന് നമ്മൾ കഴിഞ്ഞ ആഴ്ച ശ്രദ്ധിച്ചത് കൊണ്ട് ഞാൻ അതിന്റെ വിശദീകരണത്തിലേക്ക് പോകുന്നില്ല. ആദ്യം നൽകുന്ന ദൂത് എഫെസോസ് സഭയുടെ ദൂതാണ്. നമ്മൾ നോക്കാം, നമുക്ക് ആ ഭാഗം ഒന്ന് വായിക്കാം. വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായത്തിന്റെ ആദ്യത്തെ 7 വാക്യങ്ങളാണ്. അധികം വാക്യങ്ങളില്ല, വെറും 7 വാക്യങ്ങൾക്ക് 7 വാക്യങ്ങളിൽ അത് പറഞ്ഞിരിക്കുകയാണ്. എഫെസോസിലെ സഭയുടെ ദൂതൻ എഴുതുക, 7 നക്ഷത്രം വലങ്കയിൽ പിടിച്ചുകൊണ്ട് 7 പൊൻനിലവിളക്കുകളുടെ നടുവിൽ നടക്കുന്നവൻ അരുളി ചെയ്യുന്നത്, ഞാൻ നിന്റെ പ്രവൃത്തിയും പ്രയത്നവും സഹിഷ്ണുതയും കൊള്ളരുതാത്തവരെ നിനക്ക് സഹിച്ചുകൂടാത്തതും അപ്പോസ്തലന്മാരല്ലാതിരിക്കെ തങ്ങൾ അപ്പോസ്തലന്മാരെന്ന് പറയുന്നവരെ നീ പരീക്ഷിച്ച് കള്ളന്മാരെന്ന് കണ്ടതും നിനക്ക് സഹിഷ്ണുതയുള്ളതും എന്റെ നാമനിമിത്തം നീ സഹിച്ചതും തളർന്നു പോകാത്തതും ഞാൻ അറിയുന്നു. എങ്കിലും നിന്റെ ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞു എന്നൊരു കുറ്റം നിന്നെ കുറിച്ച് പറവാനുണ്ട്. നീ ഏതിൽ നിന്ന് വീണിരിക്കുന്നുവെന്ന് ഓർത്ത് മാനസാന്തരപ്പെട്ട് ആദ്യത്തെ പ്രവൃത്തി ചെയ്യുക. അല്ല ഞാൻ വരികയും നീ മാനസാന്തരപ്പെടാഞ്ഞാൽ നിന്റെ നിലവിളക്ക് അതിന്റെ നിലയിൽ നിന്ന് നീക്കുകയും ചെയ്യും. എങ്കിലും നിക്കലോവരുടെ നടപ്പ് നീ പഹിക്കുന്നു എന്നൊരു നന്മ നിനക്കുണ്ട്, അത് ഞാനും പഹിക്കുന്നു. ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. ജയിക്കുന്നവന് ഞാൻ ദൈവത്തിന്റെ പരദീശയിലുള്ള ജീവവൃക്ഷത്തിന്റെ ഫലം തിന്മാൻ കൊടുക്കും. 7 വാക്യങ്ങളിലൂടെ ഒരു കാലഘട്ടത്തിന്റെ ചരിത്രം നമ്മൾ കണ്ടു. 7 സഭകളുടെ ദൂതിലൂടെ 7 സഭാ കാലവിനെ പ്രതിനിധീകരിക്കുന്നതാണ് എന്നുള്ളത് പ്രത്യേക നമ്മൾ ശ്രദ്ധിക്കുകയുണ്ടായി. ഈ 1-ാമത്തെ ദൂത് കൊടുത്തത് എഫെസോസ് സഭയ്ക്കാണ്. നമ്മള് പുതിയ നിയമത്തിൽ ഒരു എഫേസ്യ ലേഖനം നമുക്കുണ്ട്. അത് എഫെസോസ് എന്ന് പറയുന്ന സഭയ്ക്ക് പൗലോസ് എഴുതിയ ലേഖനമാണ്. ആ സഭയ്ക്കാണ് കർത്താവ് ഒരു 32 വർഷം കഴിയുമ്പോൾ വേറെ ഒരു ലേഖനം അവർക്ക് എഴുതുകയാണ്. നമുക്ക് ഒന്ന് ശ്രദ്ധിക്കാം. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം,
അപ്പോസ്തല പ്രവൃത്തികളിൽ അപ്പോസ്തലന്മാരുടെ പ്രവൃത്തി അല്ലെങ്കിൽ ആദിമ സഭയുടെ ചരിത്രമാണ് നമ്മൾ കാണുന്നത്. ആദിമ സഭയുടെ ചരിത്രം അപ്പോസ്തല പ്രവൃത്തികളിൽ കാണുന്നു. അത് ഏതാണ്ട് 30 വർഷത്തിലെ ചരിത്രമാണ് അപ്പോസ്തല പ്രവൃത്തികളിൽ വായിക്കുന്നത്. ഈ അപ്പോസ്തല പ്രവൃത്തികളിൽ നോക്കുക, 30 വർഷം കൊണ്ട് അന്നറിയപ്പെട്ട സകല ലോകത്തിലും സുവിശേഷം എത്തിച്ചു കഴിഞ്ഞു. അതിനെക്കുറിച്ച് പണ്ഡിതന്മാർ പറയുന്നത് ഈ കാനോൻ, അതായത് ദൈവവചനം പൂർത്തീകരിക്കപ്പെടുന്നതിന് മുമ്പ് തന്നെ അവര് ഈ സുവിശേഷം ലോകത്തിന്റെ എല്ലാ കോണിലും എത്തിച്ചു. അതിന്റെ ഒരു കാരണം അവർ കർത്താവിന് വേണ്ടി കർത്താവിന്റെ സ്നേഹത്തിൽ എരിയുന്നവരായിരുന്നു. ആ 30 വർഷം ഇത്രയും സുവിശേഷം 30 വർഷം കൊണ്ട് അറിയപ്പെട്ട സകല ലോകത്തിലും. നമുക്ക് 1-2 വാക്യം വേണമെന്ന് വായിക്കാം. റോമലേഖനം 10-ാം അധ്യായം നോക്കിയാട്ടെ. റോമലേഖനം, റോമൻസ് ചാപ്റ്റർ 10. അവിടെ പൗലോസ് പറയുന്ന വാക്ക് ശ്രദ്ധിച്ചാട്ടെ. അതിന്റെ 18-ാമത്തെ വാക്യം, 10-ാം അധ്യായത്തിന്റെ 18-ാമത്തെ വാക്യം. അവന്റെ നാദം, അവരുടെ നാദം സർവഭൂമിയിലും അവരുടെ വചനം ഭൂതലത്തിന്റെ അറ്റത്തോളം പരന്നു. നോക്കുക, ഇവിടെ പൗലോസ് പറയുന്ന വാക്കാണ്. അത് പഴയ നിയമത്തിലുള്ള ഒരു കോട്ടിംഗ് ആണ്. വീണ്ടും എടുത്തു നോക്കട്ടെ. കൊലോസ് ലേഖനം 1-ാം അധ്യായം, കൊലോഷ്യൻസ് ചാപ്റ്റർ 1. അവിടെ ഇങ്ങനെയാണ് വായിക്കുന്നത്. 1-ാം അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യം. അവിടെ ഇങ്ങനെ വായിക്കുന്നു: ആ സുവിശേഷം സർവ്വലോകത്തിലും എന്ന പോലെ നിങ്ങളുടെ അടുക്കലെത്തി. നിങ്ങൾ ആ സുവിശേഷം സർവ്വലോകത്തിലും എന്ന പോലെ. കൊലോസ് ലേഖനം പൗലോസ് എഴുതുമ്പോൾ അവിടെ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്, സുവിശേഷം സർവ്വലോകത്തിലും എന്ന പോലെ നിങ്ങളുടെ അടുക്കലും എത്തി. അതേ അധ്യായത്തിന്റെ 23-ാം വാക്യം നോക്കിയാട്ടെ. 23-ാം വാക്യം: ആകാശത്തിന് കീഴെ സകല സൃഷ്ടികളുടെ ഇടയിൽ ഘോഷിച്ചും പൗലോസ് എന്ന ഞാൻ ശുശ്രൂഷക്കാരനായി തീർന്നു. ആകാശത്തിന്റെ കീഴിൽ സകല സൃഷ്ടികളുടെ ഇടയിൽ ഘോഷിച്ചു, സർവഭൂതലത്തിലും പരന്നു. 30 വർഷം കൊണ്ട് എങ്ങനെ ഈ വചനം അറിയപ്പെട്ട സകല ലോകത്തിലും അത് പരക്കുവാനായിട്ട് ഇടയായി മാറി? അതിന്റെ കാരണം നമ്മൾ ഓർക്കുകയുണ്ടായി, അവരുടെ ആദിമ സ്നേഹമാണ്. ആദിമ സ്നേഹം. പൗലോസ് ഈ സഭയ്ക്കാണ് ലേഖനം എഴുതുന്നത്. എഫേസ്യ ലേഖനം പൗലോസ് എഴുതുന്നത്. താന് ഏതാണ്ട് AD 60 റോമൻ ജയിലിൽ കിടന്നുകൊണ്ട് എഫേസ്യ ലേഖനം രേഖപ്പെടുത്തുകയാണ്. അപ്പോസ്തലപ്രവൃത്തി 19 അധ്യായം നമ്മൾ പഠിക്കുമ്പോൾ, ഞാൻ അത്രയും വിശദീകരണത്തിലേക്ക് പോകണ്ട എന്ന് വിചാരിച്ചു. അവിടെ അപ്പോസ്തലപ്രവൃത്തി 19-ാം അധ്യായത്തിൽ പൗലോസ്, അപ്പല്ലോസ്, തിമത്തിയോസ്, യോഹന്നാൻ, ഈ പ്രമുഖരായ ദൈവദാസന്മാർ ശുശ്രൂഷിച്ച സ്ഥലസഭയാണ് എഫെസോസ് സ്ഥലസഭ എന്ന് കാണാൻ സാധിക്കുന്നു. ഒന്നുകൂടെ ഞാൻ ഓർപ്പിക്കട്ടെ. അപ്പോസ്തലപ്രവൃത്തി 19-ാം അധ്യായം എടുക്കുമ്പോൾ പൗലോസ് താന് അവിടെ നിന്ന് പോകുമ്പോൾ അപ്പല്ലോസിനെയും മറ്റും അവിടെ ആക്കുകയാണ്. തിമത്തിയോസിനോട് പറയുന്നുണ്ട്, 1 തിമത്തിയോസ് 1:3 നീ എഫെസോസിൽ താമസിക്കണം എന്ന് പറയുന്നുണ്ട്. അവിടുത്തെ ആദ്യത്തെ ബിഷപ്പ് അല്ലെങ്കിൽ എൽഡറായിരുന്നു തിമത്തിയോസ് എന്ന് രേഖപ്പെടുത്തി. പിന്നീട് യോഹന്നാൻ അവിടെ വന്ന് താമസിച്ചെന്നും, യോഹന്നാൻ തൻ്റെ അമ്മയെ കൂട്ടിക്കൊണ്ട് ഈ എഫെസോസിലാണ് വന്ന് താമസിച്ച് ഈ മറിയ മരിച്ചത് എഫെസോസിൽ വെച്ചാണ് എന്ന് ചരിത്രം രേഖപ്പെടുത്തുന്നു. അപ്പോൾ പൗലോസ് റോമൻ ജയിലിൽ കിടക്കുമ്പോൾ AD 60 എഫേസ്യ ലേഖനം രേഖപ്പെടുത്തുകയാണ്. ആ ലേഖനം രേഖപ്പെടുത്തുമ്പോൾ വളരെ അഭിനന്ദിക്കുന്ന അഭികാമ്യമായ കാര്യങ്ങൾ എടുത്തു പറയുന്നതായിട്ട് നമ്മൾ കാണുന്നു. നമ്മളതിൽ ചില കാര്യങ്ങൾ പ്രത്യേകം നമുക്ക് നോട്ട് ചെയ്യാൻ സാധിക്കും. എഫെസോസ് എന്ന വാക്കിന്റെ അർത്ഥം അവർ പറയുന്നു, ചില പണ്ഡിതർ, ഫുൾ പർപ്പസ്, സമ്പൂർണ്ണ നിർണയം എന്നാണ്. ഫുൾ പർപ്പസ്, സമ്പൂർണ്ണ നിർണയം. ദൈവത്തിന്റെ സമ്പൂർണ്ണ നിർണയം അല്ലെങ്കിൽ പർപ്പസ് ആണ് ഈ എഫേസ്യ ലേഖനത്തിൽ വെളിപ്പെടുത്തിയത്. 2 ഭാഗത്തിൽ അത് പറയുന്നുണ്ട്. എഫേസ്യ ലേഖനം 1-ാം അധ്യായം നമ്മൾ അതോട് ചേർത്താണ് ഇപ്പോൾ വായിച്ച വെളിപാട് പുസ്തകത്തിലെ ലേഖനം വരുന്നത്. അതുകൊണ്ട് ഈ 2 വാക്യങ്ങളൊന്ന് വായിച്ചേക്കാം. എഫേസ്യ ലേഖനം 1-ാം അധ്യായം. ആ പർപ്പസ് എന്നുള്ളത്, നിർണയം എന്നുള്ളത് 2 ഭാഗത്ത് വായിക്കുന്നുണ്ട്. 1-ാം അധ്യായത്തിന്റെ 8-ാം വാക്യം, അത് അവൻ നമുക്ക് ധാരാളമായി കാണിച്ച കൃപാധന പ്രകാരം സകല ജ്ഞാനവും വിവേകവുമായി നൽകിയിരിക്കുന്നു. അവനിൽ താൻ മുൻനിർണയിച്ച തൻ്റെ പ്രസാദത്തിന് തക്കവണ്ണം
തന്റെ ഹൃദയത്തിന്റെ മർമ്മം അവൻ നമ്മോട് അറിയിച്ചു. അവനിൽ താൻ മുൻനിർണയിച്ച എന്ന് പറയുന്നത് പർപ്പസ്, അവന്റെ നിർണയം, അവന്റെ പർപ്പസ്. ആ വാക്ക് വീണ്ടും 3-ാം അധ്യായത്തിന്റെ 10-11 വാക്യത്തിലുണ്ട്. 3-ാം അധ്യായത്തില് 10-ാം വാക്യം. അങ്ങനെ ഇപ്പോൾ സ്വർഗത്തിൽ വാഴ്ചകൾക്കും അധികാരങ്ങൾക്കും ദൈവത്തിന്റെ ബഹുതമായ ജ്ഞാനം അവൻ തന്റെ കർത്താവായ യേശുക്രിസ്തുവിൽ നിവർത്തിച്ച അനാദി നിർണയപ്രകാരം സഭ മുഖാന്തരം അറിവായി വരുന്നു. അവിടെ വായിക്കുന്നു അനാദി നിർണയം, എറ്റേണൽ പർപ്പസ്. എഫെസോസ് എന്ന വാക്കിന്റെ അർത്ഥം ഫുൾ പർപ്പസ് എന്നാണ് എന്ന് ചില പണ്ഡിതർ അഭിപ്രായപ്പെടുന്നു. ഏതായാലും ഈ എഫേസ്യ ലേഖനത്തിന്റെ 1-ാം അധ്യായത്തിന്റെ 9 തൊട്ട് 11 വരെയും 3-ാം അധ്യായത്തിന്റെ 10 തൊട്ട് 11 വരെയുമുള്ള വാക്യങ്ങളിൽ നിർണയം അല്ലെങ്കിൽ പർപ്പസ് എന്ന വാക്ക് കാണുന്നുണ്ട്. ദൈവം തന്റെ പുത്രനിൽ പർപ്പസ് ചെയ്ത, നിർണയിച്ച കാര്യങ്ങളെ ഈ എഫേസ്യ ലേഖനത്തിൽ വെളിപ്പെടുത്തി തരികയാണ്. എന്നാൽ അവിടെ നമ്മൾ കണ്ടു, ദൈവം നിർണയിച്ച, ക്രിസ്തുവിൽ നിർണയിച്ച ആ അപ്രമേയ ധനത്തിന്റെ ആ പ്രകാശനമാണ് എഫേസ്യ ലേഖനത്തിലൂടെ നമുക്ക് ലഭിച്ചത്. എന്നാൽ 32 വർഷം കഴിഞ്ഞു. 32 years is over. നമ്മൾ കണ്ടു 30 വർഷം കൊണ്ട് സഭ എല്ലായിടത്തും സുവിശേഷം എത്തിച്ചു, അപ്പോസ്തലന്മാരൊക്കെ. എന്നാൽ 32 വർഷം കഴിഞ്ഞു. 32 വർഷം കഴിഞ്ഞ് ഇപ്പോൾ കർത്താവ് ഈ സഭയ്ക്ക് ഒരു ദൂത് കൊടുക്കുകയാണ്. കർത്താവ് ഈ സഭയ്ക്ക് ദൂത് കൊടുക്കുന്നു. ഈ ദൂത് കൊടുക്കുമ്പോൾ വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായത്തിന്റെ ആദ്യത്തെ 7 വാക്യത്തിൽ ഇതേ എഫെസോസ് സഭയ്ക്കാണ് കർത്താവ് ദൂത് കൊടുക്കുന്നത്. ആ ദൂത് കൊടുക്കുമ്പോൾ കർത്താവ് വളരെ ശക്തമായി അവരുടെ മധ്യത്തിൽ നടക്കുന്ന കർത്താവ്, അവിടെ നടക്കുന്നതെല്ലാം അറിയുന്ന കർത്താവ് അവരോട് പറയുന്നുണ്ട്, നിങ്ങൾക്കിന്ന കുറവുണ്ട്, നിങ്ങൾക്കിന്ന ഗുണങ്ങളുണ്ട്, ഞാനിതെല്ലാം അറിയുന്നു എന്ന് പറയുമ്പോൾ അവരത് തിരുത്തുവാനായിട്ട് ആവശ്യപ്പെടുകയാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടു, അവന് സഭയുടെ മധ്യത്തിലാണ്, 7 നിലവിളക്കുകളുടെ നടുവിലാണ്, ആ ദൈവസഭ കൂടി വരുന്നതിന്റെ മധ്യത്തിലാണ്. കർത്താവ് പറഞ്ഞു, 2-3 പേർ എന്റെ നാമത്തിൽ കൂട്ടി യോജിപ്പിക്കപ്പെട്ടവരുടെ മധ്യത്തിൽ ഞാനുണ്ട്. കർത്താവ് ഭൂമിയിൽ ഉണ്ട് എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു കൂട്ടമെന്ന് പറഞ്ഞാൽ സ്ഥലസഭകളാണ്. സ്ഥലസഭകളുടെ മധ്യത്തിൽ അവൻ കൂട്ടി യോജിപ്പിച്ചവരുടെ മധ്യത്തിൽ അവൻ ഉണ്ടെന്നുള്ളത് കർത്താവ് വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുകയാണെന്നുള്ളത് പ്രത്യേക നമ്മൾ ഓർക്കേണ്ടത് ആവശ്യമാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരോട് ഞാൻ വീണ്ടും ഓർപ്പിക്കട്ടെ, 32 വർഷം കഴിഞ്ഞപ്പോൾ അവര് നമ്മൾ കണ്ടതുപോലെ ഡോക്ട്രിനലി അവര് വളരെ വളരെ സത്യസന്ധമായി നിൽക്കുന്നു. അവര് ഒരു വിധത്തില് ഒരു ഓർത്തഡോക്സ് ആക്ടിവിറ്റിയിലേക്ക് മാറി. അവര് ആ സത്യങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ട് അവര് പ്രവർത്തിക്കുകയും തളർന്നു പോകാതൊക്കെ ശുശ്രൂഷിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഒരു കാര്യം കർത്താവ് കണ്ടു, they are doing all these things, പക്ഷേ അവരുടെ സ്നേഹത്തിന്റെ അഗ്നി ചെറിയ മങ്ങാനായിട്ട് ആരംഭിച്ചു. കർത്താവ് അത് കണ്ടു, ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞു. ആ ഫ്യൂവൽ, അത് കത്തുന്ന ആ ജ്വാലയ്ക്ക് ഒരു കോട്ട സംഭവിച്ചിട്ടുണ്ട്. ആദ്യ സ്നേഹത്തിൽ നിന്ന് കുറവ് വന്നു. നിങ്ങളത് പരിഹരിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് കർത്താവ് പറയുകയാണ്, പരിഹരിച്ചില്ലെങ്കിൽ നിന്റെ നിലവിളക്ക് അതിന്റെ നിലയിൽ നിന്ന് ഞാൻ മാറ്റിക്കളയും എന്ന് കർത്താവ് ആ സഭയോട് പറയുകയാണ്. നമ്മൾ ഓർക്കുക, എഫെസോസ് പട്ടണത്തിൽ ഉള്ള ദൈവസഭ, എഫെസോസ് പട്ടണത്തെ കുറിച്ച് പുതിയ നിയമത്തിൽ നിന്ന് തന്നെ നമുക്ക് ഒത്തിരി കാര്യങ്ങൾ ഗ്രഹിക്കാനായിട്ട് കഴിയും. റോമൻ സാമ്രാജ്യത്തിൽ ഒരു സ്വതന്ത്രമായ ഒരു പട്ടണമായിരുന്നു ഈ എഫെസോസ് സിറ്റി. നമുക്കറിയാം, ഈ പെർഗമോസ് ആസിയ പ്രൊവിൻസിന്റെ ആസിയ മൈനറുള്ള 7 സഭയ്ക്കാണ് ഈ ദൂത് കൊടുക്കുന്നത്. ആസിയ മൈനറിന്റെ തലസ്ഥാനം എന്ന് പറയുന്നത് പെർഗമോസ് ആണ്. എന്നാൽ ഈ എഫെസോസ് എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ പട്ടണം, വലിയൊരു വ്യാപാര കേന്ദ്രം, ഒരു വലിയ തുറമുഖം. സമുദ്രതീരത്ത് നിന്ന് 3 മൈൽ അകലെ അല്ലെങ്കിൽ അകത്ത് ഒരു നദീതീരത്തിൽ വലിയൊരു തുറമുഖമുണ്ട്. വലിയ വ്യാപാരങ്ങൾ, വലിയ റോഡുകൾ, ഭയങ്കരമായ, ഇറ്റ് ഈസ് നോൺ ആസ് ദ മാർക്കറ്റ് ഓഫ് ആസിയ. ആസിയയിലെ മാർക്കറ്റ് എന്നറിയപ്പെടുന്ന ഒരു പട്ടണമായിരുന്നു ഈ എഫെസോസ് സിറ്റി. വലിയ ധനികമായ ഒരു പട്ടണമായിരുന്നു. നമ്മൾ ഓർക്കണം, ഇതൊരു ഇൻഡിപെൻഡന്റ്, അതായത് റോമൻ
ഭരണത്തിന്റെ കീഴിൽ ഒരു പ്രത്യേക ഫ്രീ ഒരു സിറ്റി ആയിരുന്നു ഈ പട്ടണം. നമ്മള് അപ്പോസ്തലപ്രവൃത്തി 19:31 വായിക്കുമ്പോൾ, ആക്ട്സ് ചാപ്റ്റർ 19:31 അവിടെ നമ്മൾ വായിക്കുന്നുണ്ട്, ആസ്യാധിപന്മാർ എന്ന് പറയുമ്പോൾ റൂളേഴ്സ് ഓഫ് ആസിയ. അത് സ്വതന്ത്ര പട്ടണമായതുകൊണ്ട് അവിടെ ഭരണം നടത്തുന്നവരുടെ പേരാണ് ആസ്യ അധിപന്മാരെന്ന് പറയുന്നത്. ഇനി മതപരമായിട്ട് ചിന്തിച്ചാൽ പുരാതന കാലത്തെ 7 അത്ഭുതങ്ങളിൽ ഒരു അത്ഭുതമായിരുന്നു അവിടെ ഉണ്ടായിരുന്ന ആർതെമിസ് ദേവിയുടെ ബിംബം. പുരാതന ലോകത്തിലെ 7 വണ്ടേഴ്സിൽ ഒരെണ്ണമാണ് ഈ ആർതെമിസ് ദേവിയുടെ ബിംബം. ഐശ്വര്യത്തിന്റെ പ്രതീകമായ വലിയ ഒരു കറുത്ത ഒരു ബിംബമാണ്, അനേക സ്ഥലങ്ങൾ ഉള്ള ഒരു ബിംബം. ഇത് ഐശ്വര്യത്തിന്റെ പ്രതീകമായിട്ട് കരുതപ്പെട്ടു. ഈ ക്ഷേത്രത്തില് ഒരുപാട് പുരോഹിതന്മാരും പുരോഹിതകളും ഉണ്ടായിരുന്നു. ദേവദാസികളെ പോലെ പ്രവർത്തിക്കുന്ന ഒരുപാട് പ്രോസ്റ്റിറ്റ്യൂട്ട്സ്, ദേവദാസികൾ ഈ അമ്പലത്തിൽ ഉണ്ടായിരുന്നുവെന്ന് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. മൂന്നാമത് നമ്മൾ ശ്രദ്ധിച്ചാൽ അപ്പോസ്തലപ്രവൃത്തി 19-ാം അധ്യായത്തിലാണ് നമുക്ക് ഈ എഫെസോസിനെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോസ്തലപ്രവൃത്തി 19-ാം അധ്യായം നോക്കിയാട്ടെ, ഈ പട്ടണം നമ്മൾ ഓർത്തതുപോലെ എഫെസോസ് ഒരു വലിയ വെൽത്തിയസ് സിറ്റി, വലിയ സിറ്റിയാണ്, വലിയ വ്യാപാരമാണ്. രണ്ടാമത് നമ്മൾ കണ്ടു ആർതെമിസ് ദേവിയുടെ ബിംബം നിന്ന അല്ലെങ്കിൽ ക്ഷേത്രം നിന്ന വളരെ പ്രസിദ്ധമായ ഒരു സ്ഥലമാണ്. ഇവിടെ ഇത് കൂടാതെ നമ്മൾ 19-ാം അധ്യായത്തിന്റെ 19-20 വാക്യം വായിച്ചാൽ അവിടെ ഇങ്ങനെ വായിക്കുന്നു, ക്ഷുദ്രപ്രയോഗം ചെയ്തിരുന്ന പലരും തങ്ങളുടെ പുസ്തകങ്ങൾ കൊണ്ടുവന്ന് എല്ലാവരും കാലിന്റെ ചുട്ടുകളഞ്ഞു. സുവിശേഷത്തിന്റെ സ്വാധീനതയാണ്. പക്ഷെ അവിടെ പൗലോസ് ഒരു കാര്യം കൂടെ രേഖപ്പെടുത്തി. അവയുടെ വില കണക്ക് കൂട്ടിയാറെ 50,000 വെള്ളിക്കാശെന്ന് കണ്ടു. ഇങ്ങനെ കർത്താവിന്റെ വചനം ശക്തിയോടെ പരന്ന് പ്രബലപ്പെട്ടു. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഈ പട്ടണത്തിലെ മന്ത്രവാദം ചെയ്തിരുന്നവരുടെ കരങ്ങളിലുള്ള പുസ്തകങ്ങൾ ആ കാലത്ത് 50,000 വെള്ളിക്കാശ്. അതിന്റെ വലിപ്പം മനസ്സിലാക്കണമെങ്കിൽ നമ്മള് മത്തായിയുടെ സുവിശേഷം 20-ാം അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യം വായിച്ചാൽ, മത്തായിയുടെ സുവിശേഷം 20:2 വായിക്കുന്നുണ്ട്, ഒരു ദിവസത്തേക്ക് 1 വെള്ളിക്കാശ് കൂലി പറഞ്ഞ് ഒത്തും. മറ്റു വിധത്തിൽ പറഞ്ഞാൽ, ഒരു പുരുഷൻ ഒരു ദിവസം അധ്വാനിച്ചാൽ അവന് കിട്ടുന്ന കൂലിയാണ് 1 വെള്ളിക്കാശ്. അങ്ങനെയാണെങ്കിൽ 50,000 വെള്ളിക്കാശ് എന്ന് പറഞ്ഞാൽ 50,000 ലേബർ കോസ്റ്റിന്റെ ഈക്വലന്റ് ആയ ബുക്ക്. എത്ര വിലപിടിപ്പുള്ള ബുക്കുകളാണ്. പക്ഷെ അവിടെ മറ്റൊരു സത്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഈ എഫെസോസ് പട്ടണത്തിൽ ഒരുപാട് മന്ത്രവാദികൾ ഉണ്ടായി, ഒരുപാട് മന്ത്രവാദം ചെയ്തിരുന്നു എന്ന് കാണുന്നു. നമ്മൾ ഓർക്കണം, ഇതൊരു വലിയ പട്ടണമായിരുന്നു. ആസിയയിലെ ഏറ്റവും വലിയ പട്ടണം, വലിയ മാർക്കറ്റ്, ഒരു ഹാർബർ, ഒരുപാട് വ്യാപാരം നടന്ന വെൽത്തി സിറ്റി. ആസ്യാധിപന്മാരെന്ന് പറയുന്ന ഭരണകർത്താക്കൾ റോമൻ സാമ്രാജ്യത്തിന്റെ കീഴിൽ സ്വാതന്ത്ര്യമായി വിഹരിച്ച ഒരു സിറ്റി. 2 റിലീജിയസ് ഇമ്പോർട്ടൻറ്റ്, ആർതെമിസ് ദേവി അല്ലെങ്കിൽ ഡയാന എന്ന് പറയുന്ന ആരാധന മൂർത്തിയുടെ പുരാതന ലോകത്തിലെ 7 വണ്ടേഴ്സിൽ ഒന്നായിരുന്നു ആ ദേവിയുടെ ബിംബം. അത് നമ്മൾ കണ്ടു. അത് ഐശ്വര്യത്തിന്റെ പ്രതീകമായ ഒരു ബിംബമാണ്. ഈ ദേവി ആരാധനയിൽ ഒരുപാട് പുരോഹിതന്മാരും ദേവദാസികളും ഈ ക്ഷേത്രത്തിൽ ഉണ്ടായിരുന്നു. മന്ത്രവാദത്തെ കൊണ്ട് നിറഞ്ഞ ഒരു പട്ടണം. നമ്മൾ ഇനിയും മനസ്സിലാക്കുക, ഇങ്ങനെയുള്ള ഒരു പട്ടണത്തിലാണ് പൗലോസും കൂടെയുള്ളവരും പ്രവർത്തിച്ച്, പൗലോസ് ഏറ്റവും കൂടുതൽ പ്രവർത്തിച്ച സ്ഥലമാണ്, തൻ്റെ ശുശ്രൂഷയിൽ ഏറ്റവും കൂടുതൽ പ്രവർത്തിച്ച സ്ഥലമാണ് ഈ എഫെസോസ് പട്ടണം. ഒറ്റ വാക്യം വായിച്ചാൽ മതി. ആ എഫെസോസിലെ മൂപ്പന്മാരെ വിളിച്ച് താൻ യാത്ര പറഞ്ഞു പോകുമ്പോൾ, അപ്പോസ്തലപ്രവൃത്തി 20-ാം അധ്യായത്തിന്റെ 31-ാം വാക്യം നോക്കി അവിടെ വായിക്കുന്നു, അതുകൊണ്ട് ഉണർന്നിരിപ്പീൻ, ഞാൻ 3 സംവത്സരം രാപ്പകൽ ഇടപെടാതെ കണ്ണീർ വാർത്തുകൊണ്ട് ഓരോരുത്തരും ബുദ്ധി പറഞ്ഞത് ഓർത്തുകൊള്ളുവീൻ. നമ്മള് വീണ്ടും 18-ാം അധ്യായം പഠിക്കുമ്പോൾ 3 മാസം തുറന്നോസിന്റെ പാഠശാലയും 3 മാസം സെനഗോഗിലും 2.5 വർഷം തുറന്നോസിന്റെ പാഠശാലയിലും
ഇവിടെ പറയുമ്പോൾ ഏതാണ്ട് 3 വർഷം പൗലോസ് അവിടെ ശുശ്രൂഷിച്ചു. തന്റെ ജീവിതത്തിൽ പരസ്യ ശുശ്രൂഷകളിൽ നടത്തിയതിൽ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിച്ച ഒരു സ്ഥലമാണ് എഫെസോസ് പട്ടണമെന്ന് കാണാൻ കഴിയും. അങ്ങനെ അവിടെ ഒരു സ്ഥലസഭയുണ്ടായി. ആ മൂപ്പന്മാരെ വിളിച്ച് യാത്ര പറയുമ്പോൾ പറയുന്ന വാക്കാണ്, ഞാൻ 3 വർഷമായി രാപ്പകൽ നിങ്ങളോട് കണ്ണുനീരൊഴിച്ച് നിങ്ങളെ ഞാൻ ഉപദേശിച്ചു. ഇനി നമുക്ക് ഈ പശ്ചാത്തലം മനസ്സിൽ വെച്ചുകൊണ്ട് നമുക്ക് ആ ദൂതിലേക്ക് കടന്നു വരാം. ഈ അനുഗ്രഹിക്കപ്പെട്ട സ്ഥലസഭ 32 വർഷം കഴിഞ്ഞു. 32 വർഷം കഴിഞ്ഞു. അവിടെ ഈ ദൂത് ആർക്കാണ് കൊടുക്കുന്നത്? നമ്മൾ നോക്കുക. കർത്താവ് പറയുകയാണ്, അതിന്റെ 1-ാം വാക്യം, എഫെസോസിലെ സഭയുടെ ദൂതൻ എഴുതുക. എന്നിട്ട് പറയുന്നു, 7 നക്ഷത്രം വലങ്കയിൽ പിടിച്ചുകൊണ്ട് 7 പൊൻനിലവിളക്കുകളുടെ നടുവിൽ നടക്കുന്നവൻ അരുളിച്ചെയ്യുന്നു. 1-ാം അധ്യായത്തിൽ കർത്താവിനെ കണ്ടത് യോഹന്നാൻ രേഖപ്പെടുത്തി. അവിടെ കണ്ടു 7 നിലവിളക്കുകളുടെ നടുവിൽ നടന്ന് 7 നക്ഷത്രം പിടിച്ചുകൊണ്ട് നിൽക്കുന്നവനാണ്. ഓരോ സഭയ്ക്കും ആവശ്യമുള്ള കർത്താവിന്റെ ആ അംഗപ്രത്യംഗ വർണ്ണനയോട് 1-ാം അധ്യായത്തിൽ പറഞ്ഞത് എടുത്തു പറയുന്നു. എഫെസോസ് സഭയോട് എടുത്തു പറയുമ്പോൾ ആ ദൂതറിയിക്കുന്ന ദൂതന്മാരോടാണ് പ്രാധാന്യത കൊടുത്തിരിക്കുന്നത്. ആ ദൂതന്മാരോടാണ് പ്രാധാന്യത കൊടുത്തിരിക്കുന്നത്. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ്. ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഈ ദൂതന്മാരോട്. ആ ദൂതന്മാരെ നമ്മൾ കണ്ടു, മെസ്സഞ്ചേഴ്സ് ആണ്. അവരെ വലങ്കയിൽ 7 നക്ഷത്രം വലങ്കയിൽ പിടിച്ചിരിക്കുന്നു എന്നാണ്. അത് വേദപണ്ഡിതന്മാർ ഇങ്ങനെ അഭിപ്രായപ്പെടുന്നുണ്ട്. പിടിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഒരു സാധനം നമ്മൾ പിടിക്കുമ്പോൾ ആ സാധനം എല്ലാം കൂടെ പിടിക്കാറില്ല. ആ സാധനത്തിന്റെ ഒരറ്റത്തെ നമ്മൾ സാധാരണ പിടിക്കാറുള്ളൂ. എന്നാൽ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് അതല്ല. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് the whole object is gripped within his hand. അവരെ ആ വസ്തുത മുഴുവൻ ആ കരത്തിന്റെ ഉള്ളിൽ പിടിച്ചിരിക്കുകയാണ് എന്ന് പറയുമ്പോൾ ഈ ദൂതന്മാരോട് കൽപ്പിക്കുകയാണ്, നിങ്ങളെ മൊത്തത്തിൽ ഞാൻ പിടിച്ചിരിക്കുകയാണ്. ആ ദൂതന്മാരോടാണ് പറയുന്നത് ഈ ദൂത് ഈ സഭയ്ക്ക് കൊടുക്കാൻ. ഞാനിത് വായിച്ചപ്പോൾ ഒരു ഭാഗം കൂടെ ഒന്ന് ഓർപ്പിച്ചോട്ടെ. നമ്മൾ കണ്ടു, ഈ ദൂത് അറിയിക്കുന്നവരുടെ പരാജയമാണ് പലപ്പോഴും സഭയുടെ ആത്മിക നിലവാരത്തിന്റെ കോട്ട സംഭവിക്കുന്നത്. ഒരു ഭാഗം ഞാനൊന്ന് കാണിക്കാം. കൊലോസ്യ ലേഖനം 4-ാം അധ്യായം എടുത്താട്ടെ. ഞാനിത് ധ്യാനിച്ചുകൊണ്ടും ശ്രദ്ധിച്ചുകൊണ്ടും വരുന്നപ്പോൾ എന്റെ മനസ്സിൽ ഓടി വന്ന ഒരു ഭാഗമാണ്. കൊലോസ്യ ലേഖനം 4-ാം അധ്യായം അതിന്റെ 15 വാക്യം നോക്കാട്ടെ. പൗലോസ് പറയുകയാണ്, ലുവദിക്കയിലെ സഹോദരന്മാർക്കും നുംഫയ്ക്കും അവളുടെ വീട്ടിലെ സഭയ്ക്കും വന്ദനം ചെല്ലുവിൻ. അടുത്തത് 16-ാം വാക്യം, നിങ്ങളുടെ ഇടയിൽ ഈ ലേഖനം വായിച്ചു തീർന്ന ശേഷം ലവുദിക്കയിലെ കൂടെ വായിപ്പിക്കണം. ലവുദിക്കയിൽ നിന്നുള്ളത് നിങ്ങളും വായിക്കുകയും ചെയ്യുവിൻ. അർഹിപ്പോസിനോട് കർത്താവിൽ ലഭിച്ച ശുശ്രൂഷ നിവർത്തിപ്പാൻ നോക്കണമെന്ന് പറയുവിൻ. അതായത് ലവുദിക്കയിലെ ഒരു ശുശ്രൂഷക്കാരനാണ് ആര്? ഇവിടെ പറഞ്ഞിരിക്കുന്ന അർഹിപ്പോസ്. ലവുദിക്കയിലെ ശുശ്രൂഷകനാണ് അർഹിപ്പോസ്. അർഹിപ്പോസിനോട് പൗലോസ് പറയുകയാണ്, കർത്താവിൽ ലഭിച്ച ശുശ്രൂഷ തികയ്ക്കാൻ നോക്കണം. എന്താ പൗലോസ് അത് പറഞ്ഞത്? അർഹിപ്പോസിന്റെ ശുശ്രൂഷയിൽ പരാജയം ഉണ്ടായിട്ടുണ്ട്. അർഹിപ്പോസിന്റെ ശുശ്രൂഷയിൽ പരാജയം സംഭവിച്ചത് കൊണ്ടാണ് അർഹിപ്പോസ് അങ്ങനെ പറഞ്ഞതെന്നുള്ളത് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. എന്നാൽ നമ്മൾ നോക്കുക, ഏതാണ്ട് 34 വർഷം കഴിഞ്ഞു. 34 വർഷം കഴിഞ്ഞപ്പോൾ ഇതേ ലവോദിക്ക സഭയ്ക്കാണ് കർത്താവ് എഴുതുന്നത്. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിന്റെ 14 തൊട്ട് 22 വരെയുള്ള വാക്ക്, നീ ശീതവാനുമല്ല ഉഷ്ണവാനുമല്ല. നീ ശീതവാനും ഉഷ്ണവാനും അല്ലായികയാൽ നിന്നെ എന്റെ വായിൽ നിന്ന് ഉമിണ്ടുകളയും. എന്തുകൊണ്ടാ സംഭവിച്ചത്? ഈ അർഹിപ്പോസിനോട് കർത്താവ് ലഭിച്ച ശുശ്രൂഷ തികയ്ക്കുവാൻ പറഞ്ഞു. അർഹിപ്പോസ് ശുശ്രൂഷ ചെയ്യുവാൻ സാധിച്ചില്ല, അല്ലെങ്കിൽ ഉപേക്ഷ വിചാരിച്ചു. 34 വർഷം കഴിഞ്ഞപ്പോൾ നമ്മൾ കാണുന്ന ഒരു ലവോദിക്ക സഭ തുപ്പിക്കളയുമെന്ന് പറഞ്ഞ ആത്മിക അവസ്ഥയിലേക്ക് ആ സഭ വന്നു. എന്റെ സഹോദരന്മാരെ, ഈ എഫെസോസ് സഭയുടെ ദൂതന് എഴുതാനായിട്ട് ആവശ്യപ്പെട്ടപ്പോൾ കർത്താവ് എടുത്തു പറയുന്നുണ്ട്, നിങ്ങളെ മുഴുവൻ എൻ്റെ കരത്തിൽ ഗ്രിപ്പ് ചെയ്തിരിക്കുകയാണ്. ശുശ്രൂഷകന്മാർക്ക് ഉത്തേജനം നൽകുന്ന ഒരു വസ്തുതയാണ്. ദൈവസഭയിൽ ശുശ്രൂഷിക്കുന്നവരോട് ഉള്ള ബന്ധത്തിൽ നമ്മൾ ഓർക്കുക, അത് കർത്താവ് ഗ്രിപ്പ് ചെയ്തിരിക്കുകയാണ്. അവരെ പൂർണ്ണമായി കർത്താവിന്റെ കരത്തിലാണ്
അവരെ പൂർണ്ണമായി പിടിച്ചിരിക്കുകയാണ്. അവര് ശുശ്രൂഷ പൂർണ്ണമായി തികച്ചെടുക്കുവാനായിട്ട് അവന്റെ വലങ്കയിൽ പിടിച്ചിരിക്കുന്ന 7 നക്ഷത്രം അവർക്ക് കൊടുത്തിരിക്കുന്ന സുരക്ഷിതമായ ഒരു 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 അവസ്ഥ. അവൻ മാത്രമല്ല പൊൻനിലവുകളുടെ നടുവിൽ നടക്കുകയാണ്. എന്നിട്ട് കർത്താവ് പറഞ്ഞ വാക്ക് നോക്കിക്കട്ടെ, ഞാൻ നിന്റെ പ്രവൃത്തിയും പ്രയത്നവും സഹിഷ്ണുതയും കൊള്ളരുതാത്തവരെ നിനക്ക് സഹിച്ചുകൂടാത്തതും നോക്കാം. റോമലേഖനം 16-ാം അധ്യായം ഒന്ന് നോക്കിക്കട്ടെ. 16-ാം അധ്യായം. ഞാൻ നിന്റെ പ്രവൃത്തിയും പ്രയത്നവും അറിയുന്നു. ആ 16-ാം അധ്യായത്തിന്റെ 6-ാം വാക്യം നോക്കിക്കട്ടെ. 6-ാം വാക്യം, നിങ്ങൾക്കായി വളരെ അധ്വാനിച്ചവളായ മറിയയ്ക്ക് വന്ദനം ചൊല്ലുവിൻ. പൗലോസ് ഈ ലേഖനത്തിന്റെ അവസാനത്തിൽ ശുശ്രൂഷകൾ ചെയ്തുകൊണ്ടിരുന്നവരെ ഓർക്കുകയും അത് എഴുതുകയും ആത്മാവിൽ രേഖപ്പെടുത്തുകയും ചെയ്തപ്പോൾ 6-ാം വാക്യത്തിൽ നിങ്ങൾക്കായി വളരെ അധ്വാനിച്ചവളായ മറിയ, അവളെ വന്ദനം ചെയ്യണം. അതല്ല എന്നെ ചിന്തിപ്പിച്ചു. അതോട് ചേർത്ത് 12-ാം വാക്യം നോക്കട്ടെ. കർത്താവിൽ അധ്വാനിക്കുന്നവരായ ത്രുഫനയ്ക്കും ത്രുഫോസിനും വന്ദനം ചെല്ലുവിൻ. എന്നെ സഹോദരന്മാരെ, നമ്മൾ എഴുതുകയാണെങ്കിൽ ഈ 3 പേര് നമ്മൾ ഒന്നിച്ച് ചേർത്ത് എഴുതിയേനെ. കാരണം കർത്താവിൽ അധ്വാനിക്കുന്നവരായ ത്രുഫനയ്ക്കും ത്രുഫോസയ്ക്കും, അവിടെ അധ്വാനിക്കുന്നവരായ 2 പേരുടെ പേര് പറഞ്ഞു. 6-ാം വാക്യത്തിൽ കർത്താവിൽ അധ്വാനിക്കുന്ന മറിയെ കുറിച്ച് പറഞ്ഞു. എന്നാൽ ഇത് രണ്ടായിട്ട് പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തി. എന്താ കാരണം? എന്താണ് അതിന്റെ കാരണം? ഞാൻ അറിയുന്നുവെന്ന് കർത്താവ് പറഞ്ഞു. അതിന്റെ കാരണം 6-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുമ്പോൾ മറിയ വളരെ അധ്വാനിച്ചു, വളരെ അധ്വാനിച്ചു. ആ വാക്ക് അധ്വാനിച്ച ത്രുഫനയ്ക്കും ത്രുഫോസിനും പറയാൻ സാധ്യമല്ല. മറിയ വളരെ അധ്വാനിച്ചു, മറ്റവർ അധ്വാനിച്ചു, പക്ഷേ വളരെ അധ്വാനിച്ചില്ല മറിയെ പോലെ. പൗലോസ് ഒരു ഭാഗത്ത് പറയുന്നുണ്ട്, 1 കൊരിന്ത്യർ 15:10 പൗലോസ് പറയുന്നുണ്ട്, അവരെല്ലാവരെക്കാട്ടും ഞാൻ അത്യന്തം അധ്വാനിച്ചു, രാവും പകലുമില്ലാതെ തന്റെ ക്ഷേമങ്ങളെല്ലാം മാറ്റിവെച്ച് തന്റെ ആരോഗ്യവും തന്റെ സമ്പത്തും തന്റെ ബുദ്ധിയും വൈഭവവും ഒക്കെ ദൈവസഭയ്ക്ക് വേണ്ടി താൻ അധ്വാനിക്കുമ്പോൾ വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവോടുകൂടെ ഇരിക്കുന്ന അത് അത്യുത്തമമാണെന്ന് തനിക്കറിയാം. എന്നാൽ നിങ്ങൾ നിമിത്തം ശരീരത്തിൽ വസിക്കാൻ ഇച്ഛിച്ചു പൗലോസ്. 1 കൊരിന്ത്യർ 15:10 പറഞ്ഞു, അവരെക്കാളൊക്കെ ഞാൻ അധ്വാനിച്ചു. എന്നാൽ ഇവിടെ നമ്മൾ 16-ാം അധ്യായത്തിൽ കണ്ടു, വളരെ അധ്വാനിച്ച മറിയ അതിന് അഭിനന്ദനം കൊടുത്തു, മറന്നില്ല. 12-ാം വാക്യത്തിൽ കർത്താവിൽ അധ്വാനിച്ച ത്രുഫനയ്ക്കും ത്രുഫോസിനും അവിടെ കൊണ്ട് തീർന്നില്ല. അതോട് ചേർത്ത് പറഞ്ഞ വാക്യം നോക്കിയേ, കർത്താവിൽ വളരെ അധ്വാനിച്ചവളായ പ്രിയ പെർസിസയ്ക്കും വന്ദനം ചെല്ലുവിൻ. ഇവിടെ അവസാനമായി വളരെ അധ്വാനിച്ച പ്രിയ പെർസിസിനും വന്ദനം ചെല്ലുവാൻ പറഞ്ഞു. ഓക്കെ, നമ്മൾ കണ്ടു 6-ാം വാക്യത്തിൽ വളരെ അധ്വാനിച്ചു മറിയ, ഇവിടെ പറയുന്നു വളരെ അധ്വാനിച്ചു പെർസിസ്. ഇത് രണ്ടും കൂടെ എന്തിനാ ഒന്നിച്ച് ചേർത്ത് എഴുതാഞ്ഞത്? എന്തുകൊണ്ട് അത് ഒന്നിച്ച് ചേർത്ത് എഴുതാഞ്ഞത്? അതിന്റെ കാരണം കണ്ടോ. 6-ാം വാക്യത്തിൽ മറിയ വളരെ അധ്വാനിച്ചു, പക്ഷേ ആ 12-ാം വാക്യത്തിന്റെ അവസാനത്തിൽ നമ്മൾ കാണുന്നു പ്രിയ പെർസിസ്, വളരെ അധ്വാനിച്ചവളായ പ്രിയ പെർസിസ്, ഡിയർ പെർസിസ്. എന്തിനാ പൗലോസ് അങ്ങനെ പറഞ്ഞത്? മറിയ വളരെ അധ്വാനിച്ചു, പെർസിസും വളരെ അധ്വാനിച്ചു. പക്ഷെ ഇത് രണ്ടായിട്ട് രേഖപ്പെടുത്തിയതിന്റെ കാരണം, മറിയ വളരെ അധ്വാനിച്ചെങ്കിലും പ്രിയ പെർസിസ് വളരെ അധ്വാനിച്ചു. കാരണം അവളിൽ എന്തോ പ്രത്യേകമായ ഒരു ദൈവകൃപ, അവളിൽ ഒരു പ്രത്യേക ദൈവകൃപ. അവള് വളരെ കർത്താവിൽ അധ്വാനിച്ചതായി നമ്മൾ കാണുകയാണ്. അവളിൽ ഒരു പ്രത്യേക കൃപ വിളങ്ങി. ഞാൻ ഒരു കാര്യം ഇവിടെ ഓർപ്പിച്ചോട്ടെ. എഫെസോസ് സഭയ്ക്ക് കർത്താവ് ദൂത് കൊടുക്കുമ്പോൾ, സഭയുടെ മധ്യത്തിൽ ഞാൻ നടക്കുകയാണ് 7 നിലവിളക്കിന് നടുവിൽ,
അവിടെ സംഭവിക്കുന്ന പ്രവൃത്തിയും പ്രയത്നവും സഹിഷ്ണുതയും ഞാൻ അറിയുന്നു. എന്നെ കേൾക്കുന്ന സഹോദരന്മാരെ, സഹോദരിമാരെ, നമ്മൾ കൂടി വരുന്ന സ്ഥലസഭയുടെ എല്ലാ പ്രവർത്തനങ്ങളും ഓരോ വ്യക്തികൾ കൊടുക്കുന്ന കോൺട്രിബ്യൂഷനും ആരറിഞ്ഞുകൊണ്ടിരിക്കുന്നു? ഈ കർത്താവ് അറിഞ്ഞുകൊണ്ടിരിക്കുന്നു. നമ്മൾ അറിയാതെ പ്രവർത്തിക്കുന്ന പലരുമുണ്ട്. സഭയെ സ്നേഹിക്കുന്നത് കൊണ്ട് അവിടെ വന്ന് അവിടമൊക്കെ വൃത്തിയാക്കി, അവിടമൊക്കെ ക്ലീൻ ചെയ്ത് തങ്ങളെ തന്നെ വേർത്തെങ്കിലും അവിടെ ഒന്നും നോക്കാതെ വൃത്തിയാക്കുന്ന പല സഹോദരന്മാരുണ്ട്. നമ്മൾ അവരെ മൈൻഡ് ചെയ്തിട്ടില്ല, അറിഞ്ഞിട്ടില്ല. പക്ഷെ ഒരുത്തൻ അത് അറിയുന്നു. നാം അറിയുന്നില്ല. സഭയുടെ ക്ഷേമത്തിന് വേണ്ടി ജീവിതം മുഴുവൻ ഒഴിഞ്ഞു വെച്ച നമ്മുടെ സഭയിൽ തന്നെയുള്ള ഒരു സഹോദരൻ ഒരിക്കൽ എന്നോട് പറഞ്ഞു, അദ്ദേഹം ഒത്തിരി പേർക്കൊക്കെ ഭക്ഷണമൊക്കെ വെച്ചു കൊടുത്തപ്പോൾ എന്തോ ഞാൻ സംസാരിച്ചപ്പോൾ പറഞ്ഞു, എന്നോടൊരു വാക്ക് പറഞ്ഞു, ഇത് കർത്താവിനെ സേവിക്കാനുള്ള ഒരു അവസരമല്ലേ? ദാറ്റ് ഈസ് ആറ്റിറ്റ്യൂഡ്. ദാറ്റ് ഈസ് ആറ്റിറ്റ്യൂഡ്. ഓരോ സാഹചര്യങ്ങളും കർത്താവിനെ സേവിക്കാനുള്ള ഒരു അവസരമല്ലേ എന്ന് കരുതുന്ന വ്യക്തികൾ. നമ്മള് റോമാലേഖനത്തിൽ കണ്ടു, വളരെ അധ്വാനിച്ച പെർസിസ്, അധ്വാനിച്ചവരായ തുഫ്രിനെയും തുഫസും, കർത്താവിൽ വളരെ അധ്വാനിച്ച പ്രിയ പെർസിസ് എഫെസ് സഭയ്ക്ക് ദൂതെഴുതുമ്പോൾ രേഖപ്പെടുത്തി, ഞാൻ നിന്റെ പ്രവൃത്തി, പ്രയത്നം, സഹിഷ്ണുത ഞാനത് അറിയുന്നു എന്ന് പറഞ്ഞു. നമ്മളെ ആരും അറിഞ്ഞില്ലെന്ന് വരും, നമ്മളെ ആരും ഗണിച്ചില്ലെന്ന് വരും, നമ്മളെ അവഗണിച്ചെന്ന് വരും, നമുക്ക് വില കൽപ്പിച്ചില്ലെന്ന് വരും, നമ്മളെ തിരസ്കരിച്ചെന്ന് വരും. എന്നാൽ ഒരു കാര്യം ഓർത്തു, ഈ സഭയുടെ നാഥനായ കർത്താവ് ആ സഭയുടെ മധ്യത്തിലുണ്ട്. അവനോടുള്ള സ്നേഹം മൂലം ആ സഭയിൽ നാം ചെയ്യുന്ന ഓരോ ചെറിയ ശുശ്രൂഷകളും അവൻ കാണുന്നുവെന്നുള്ളത് നമുക്ക് എത്ര പ്രോത്സാഹനജനകമാണ്. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, നിങ്ങൾ ചെയ്യുന്നതൊക്കെ കർത്താവിനെന്ന വണ്ണം ചെയ്യുവിൻ. നിങ്ങൾ ചെയ്യുന്നതൊക്കെ കർത്താവിനെന്ന വണ്ണം ചെയ്യുവിൻ. ചെറിയ ചെറിയ കാര്യങ്ങളായിരിക്കാം. സഹോദരന്മാർക്ക് മേശയിൽ ശുശ്രൂഷിക്കുക, അല്ലെങ്കിൽ ഭക്ഷണം വിളമ്പിക്കൊടുക്കുക, അല്ലെങ്കിൽ ആ പാത്രം കഴുകിക്കൊടുക്കുക, അല്ലെങ്കിൽ ആ ഭാഗമൊന്ന് വൃത്തിയാക്കുക, അല്ലെങ്കിൽ അവിടെ പല കാര്യങ്ങൾ ചെയ്യുക ദൈവജനത്തിന്. പക്ഷെ അത് കർത്താവിനോടുള്ള സ്നേഹത്തിൽ ചെയ്യുന്നു. ആ അധ്വാനം കർത്താവ് അറിയുന്നു. നിങ്ങളുടെ പ്രയത്നം കർത്താവിൽ വ്യർത്ഥമാണ്. ഞാൻ അറിയുന്നു. 16-ാം അധ്യായം റോമാലേഖനത്തിൽ നമ്മളെ എത്രയോ പ്രോത്സാഹിപ്പിക്കണം. നമ്മളിൽ വിളങ്ങുന്ന അധ്വാനം മാത്രമല്ല, നമ്മളിൽ വിളങ്ങുന്ന കൃപ പോലും. പ്രിയ പെർസിസ് വളരെ അധ്വാനിച്ചെന്ന് രേഖപ്പെടുത്തുമ്പോൾ മറിയയും വളരെ അധ്വാനിച്ചു. അവിടെ ആ വ്യത്യാസം കണ്ടോ? ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്, എന്നിലും നിങ്ങളിലും വിളങ്ങുന്ന ദൈവകൃപ, എൻ്റെ നിങ്ങളുടെ അധ്വാനത്തിന്റെ വലിപ്പവും ചെറുപ്പവും കർത്താവിനോടുള്ള സ്നേഹം വെളിപ്പെടുത്തുന്ന അവസരങ്ങളാണ് ഓരോന്നും. ആ സഹോദരൻ എന്നോട് പറഞ്ഞ പോലെ, കർത്താവിനെ സേവിക്കാൻ എനിക്ക് ലഭിക്കുന്ന ഒരു അവസരമല്ലേ? യെസ്, കർത്താവ് നമ്മെ സഹായിക്കട്ടെ. നമ്മളെ വളരെ പ്രോത്സാഹിപ്പിക്കേണ്ട ഒരു കാര്യം കർത്താവ് ഇത് അറിയുന്നു എന്നുള്ളതാണ്. വില്യം ബാർക്ലി എന്ന് പറയുന്ന ഗ്രീക്ക് പണ്ഡിതനായ ഒരു വ്യക്തിയുണ്ട്. അദ്ദേഹത്തിന്റെ ന്യൂ ടെസ്റ്റ്മെന്റ് കമന്ററി സെറ്റ് എൻ്റെ കയ്യിലുണ്ട്. വില്യം ബാർക്ലി. അദ്ദേഹം ഒരു ലിബറൽ തിയോളജിയാണ്. പല അത്ഭുതങ്ങളും ഒന്നും അങ്ങനെ വിശ്വസിക്കുന്നില്ല. പക്ഷെങ്കിൽ ഗ്രീക്ക് ഭാഷ, പുതിയ നിയമം ഗ്രീക്ക് ഭാഷയിലാണ് എഴുതിയത്. അതിലൊരു പണ്ഡിതനാണ് വില്യം ബാർക്ലി. അതുകൊണ്ടാണ് ഞാൻ ആ സെറ്റ് കരസ്ഥമാക്കിയത്. അദ്ദേഹം ഈ വാക്ക് രേഖപ്പെടുത്തിയത് അദ്ദേഹത്തിന്റെ ട്രാൻസ്ലേഷനിൽ നിന്ന് ഞാനൊന്ന് ഇംഗ്ലീഷിൽ പറഞ്ഞിട്ട് അതിന്റെ മലയാളം പറയാം. ഐ നോ യുവർ വർക്ക്സ്, ഐ മീൻ യുവർ ടോയിൽ ആൻഡ് യുവർ സ്റ്റെഡ്ഫാസ്റ്റ് എൻഡുറൻസ്. ഐ നോ യുവർ വർക്ക്. അവിടെ അതിന്റെ മൂന്നാം വാക്യത്തിന്റെ അവസാനത്തിൽ ഞാൻ അറിയുന്നു എന്ന് പറയുന്ന ആ വാക്ക്, ഞാൻ അറിയുന്നു എന്ന് പറയുന്ന ആ വാക്ക് അദ്ദേഹം രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ഐ നോ യുവർ വർക്ക്, ഐ മീൻ യുവർ ടോയിൽ ആൻഡ് യുവർ സ്റ്റെഡ്ഫാസ്റ്റ് എൻഡുറൻസ്. ഐ നോ യുവർ ടോയിൽ, നിന്റെ അധ്വാനവും നീ സഹിക്കുന്നതും എനിക്കറിയാം. അവരുടെ പ്രവൃത്തിയെ കുറിച്ച് പറയുകയാണ്. കർത്താവ് അവരോട് പറയുകയാണ്, അവിടെ മൂന്നാം വാക്യത്തിൽ, നിനക്ക് സഹിഷ്ണുള്ളതും എന്റെ നാമത്തിൽ നിമിത്തം നീ സഹിച്ചതും തളർന്നു പോകാഞ്ഞതും ഞാൻ അറിയുന്നു. കർത്താവ് പറയുന്നത്,
You have really exhausted yourself in doing my work. എന്റെ ശുശ്രൂഷ ചെയ്യുന്നതിൽ നീ തളർന്നു പോയി, എന്നാൽ തളരാതെ ചെയ്യുന്നു ആ ശുശ്രൂഷ. നമ്മളെ കുറിച്ച് അങ്ങനെ പറയാൻ കഴിയുമോ? You have really exhausted yourself in doing my work. എന്റെ വേല ചെയ്യുന്നതിൽ നീ, ഇവിടെ വായിക്കുന്നു, എന്റെ നാമനിമിത്തം നീ സഹിച്ചതും has labored. തളർന്നു പോയില്ല, എക്സോസ്റ്റഡ് ആയില്ല. പക്ഷെ നീ എക്സോസ്റ്റഡ് ആണ്, നീ എന്നിട്ടും നീ ക്ഷീണിച്ചില്ല. പൗലോസിന് പറയാൻ കഴിഞ്ഞു, അവരെല്ലാവരെക്കാട്ടിലും ഞാൻ അധ്വാനിച്ചു. സാറുമാരെ, നമുക്കൊരു അവസരം കിട്ടുമ്പോൾ ഒഴികഴിവ് പറയുകയാണോ, മാറിപ്പോവുകയാണോ, അതോ കർത്താവിനോടുള്ള സ്നേഹത്തിൽ നമ്മൾ അധ്വാനിക്കുകയാണോ? നമുക്കൊരു ജീവിതമേ ഉള്ളൂ. പൗലോസ് പറഞ്ഞു, മരിക്കുന്നതാണ് എനിക്ക് ലാഭം. ഫിലിപ്പി ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നു, വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോട് കൂടി ഇരിക്കുന്ന അത്യുത്തമമാണ്. എന്നാൽ നിങ്ങൾ നിമിത്തം, വേല നിമിത്തം, നിങ്ങളോടുള്ള ബന്ധത്തിൽ, ശരീരത്തിൽ ഞാൻ വസിക്കാൻ ആഗ്രഹിക്കുന്നു. കുറച്ചുകൂടെ കർത്താവിനോടുള്ള ബന്ധത്തിൽ, ആ ഫിലിപ്പ്യരോടുള്ള ബന്ധത്തിൽ പ്രവർത്തിപ്പാൻ താൻ ആഗ്രഹിച്ചത് കൊണ്ട് കുറച്ചുനാളുടെ ശരീരത്തിൽ വസിക്കാൻ ആഗ്രഹിച്ചു. കർത്താവ് നമ്മെ സഹായിക്കും. ഈ ദൂതിന്റെ ആരംഭത്തിൽ തന്നെ അവിടെ ദൂതനെ രേഖപ്പെടുത്തിയപ്പോൾ, ആ മെസ്സഞ്ചറിന് കൊടുത്തപ്പോൾ, ഇത് അവർക്കും പ്രോത്സാഹനം, നമുക്കും പ്രോത്സാഹനം. ഒരു മെസ്സഞ്ചർ ആ ദൂത് കർത്താവിൽ നിന്ന് പ്രാപിപ്പാൻ അവൻ അധ്വാനമുണ്ട്. ദൈവവചനത്തിൽ വായിക്കുന്നുണ്ട്, വചനത്തിലും ഉപദേശത്തിലും അധ്വാനിക്കുന്നവരെ ഇരട്ടിമാനത്തിന് യോഗ്യരായി. ഈ ദൈവവചനത്തിലുള്ള അധ്വാനം എന്ന് പറഞ്ഞാൽ അതൊരു അധ്വാനമാണ്. എന്നാൽ ഇവിടെ രേഖപ്പെടുത്തി 3 കാര്യങ്ങൾ എടുത്തു പറഞ്ഞു കർത്താവ് പറഞ്ഞു. അതിന്റെ 2-ാം വാക്യം, ഞാൻ നിന്റെ പ്രവൃത്തി, പ്രയത്നം, സഹിഷ്ണുത. 3 കാര്യങ്ങളാണ് എടുത്തു പറഞ്ഞത്. ഞാൻ നിന്റെ പ്രവൃത്തി, പ്രയത്നം, സഹിഷ്ണുത. അവിടെ നമ്മൾ ഓർക്കണം, ഐ നോ ഇറ്റ്, എനിക്കത് അറിയാം. പ്രവൃത്തി, കർത്താവിന് വേണ്ടി പ്രവർത്തിക്കുക. പ്രയത്നം, ലേബർ ചെയ്യുക എന്ന് പറഞ്ഞാൽ എക്സോസ്റ്റഡ് ആകാതെ പ്രവർത്തിക്കുകയാണ്. മാത്രമല്ല സഹിഷ്ണുത. ഞാൻ ആ ഭാഗത്തെ കുറിച്ച് മനസ്സിലാക്കാൻ ശ്രമിച്ചപ്പോൾ ആ കാലത്ത് വിരോധം എന്തെന്നുള്ളത് സഭ മനസ്സിലാക്കി. ആർതെമിസ് ദേവിയുടെ ആരാധനയിൽ പങ്കെടുക്കുന്നില്ല, സീസറിനെ ആരാധിക്കുന്നതിൽ ഇവർ പങ്കെടുക്കുന്നില്ല. ചില കടക്കാർ ഇവർക്ക് സാധനങ്ങൾ പോലും കൊടുക്കത്തില്ല. അവര് തളർന്നില്ല, അവിടെ പ്രതികൂലങ്ങളിൽ തളർന്നില്ല. വ്യാപാരികൾ സാധനം കൊടുക്കാതെ വന്നു. എംപറർ വർഷിപ്പിലും ചക്രവർത്തിയെ ആരാധിക്കുന്നതിലും ആർതെമിസ് ദേവിയുടെ ആരാധനയിൽ പങ്കെടുക്കാതെ വന്നപ്പോൾ അവരോട് വിരോധമുള്ളവരായി ദേശക്കാര് തീർന്നു. അതിന്റെ ഫലമായി അവർ സഹിക്കേണ്ടി വന്നു വിരോധം. അവര് സഹിച്ചു, തളർന്നില്ല. അവര് സഹിച്ചു, പ്രവർത്തിച്ചു, മുന്നോട്ട് പോയി. കർത്താവ് പറഞ്ഞു, ഞാനത് അറിയുന്നു. ഞാൻ 2 വാക്യങ്ങൾ ഓർപ്പിച്ചോട്ടെ. യോഹന്നാൻ 15:18 കർത്താവ് പറഞ്ഞു, ഞാൻ നിങ്ങളെ ലോകത്തിൽ നിന്ന് തെരഞ്ഞെടുത്തത് കൊണ്ട് ലോകം നിങ്ങളെ പായിക്കും. ഈ എഫെസോസ് പട്ടണത്തിൽ ഈ വിധത്തിൽ നമ്മൾ കണ്ടതുപോലെ ആർതെമിസ് ദേവിയുടെ ആരാധനയും, വളരെ മ്ലേച്ഛമായ ആരാധനയും, ദേവദാസികളും മറ്റും നടത്തുന്ന ശുശ്രൂഷകളും, മന്ത്രവാദങ്ങളും, ഏതു വിധത്തിലുള്ള വ്യാപാരവും ഒക്കെ നടക്കുന്ന ഈ പട്ടണത്തിൽ ദൈവം ഈ എഫെസോസിലെ വിശുദ്ധന്മാരെ സുവിശേഷം മൂലം രക്ഷിക്കപ്പെടുത്തി വേർതിരിച്ചെടുത്തപ്പോൾ കർത്താവ് യോഹന്നാൻ 15:18 പറഞ്ഞ പോലെ, ഞാൻ നിങ്ങളെ ലോകത്ത് നിന്ന് തെരഞ്ഞെടുത്തത് കൊണ്ട് ലോകം നിങ്ങളെ പായി. അവര് വാസ്തവത്തിൽ അനുഭവിച്ചു. യോഹന്നാൻ 17:13
അവരായിരിക്കുന്ന രാജ്യത്തിന്റെ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ പേഷ്യൻസ് ആണ്. കർത്താവ് വരുന്നത് വരെ ലോകം അവരെ പകയ്ക്കും, ഒക്കെ ചെയ്യും. എന്നാൽ ഇവരെ കുറിച്ച് കർത്താവ് അഭിനന്ദിച്ചൊരു കാര്യം, കൊള്ളരുതാത്തവരെ നിനക്ക് സഹിച്ചുകൂടാത്തതും, അപ്പോസ്തലന്മാരല്ലാതിരിക്കുക അപ്പോസ്തലന്മാരെന്ന് പറഞ്ഞവരെയും നീ പരീക്ഷിച്ച കള്ളന്മാരെന്ന് കണ്ടതും കർത്താവ് പറഞ്ഞു അറിയുന്നു, അഭിനന്ദിക്കുകയാണ്. നമ്മുടെ കർത്താവ് അവരോട് മുമ്പ് കൂട്ടി പറഞ്ഞിരുന്നു, കൊള്ളരുതാത്തവരെ സഹിച്ചുകൂടാ. മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം നമുക്കൊന്ന് എടുക്കാം. നമുക്ക് 5 മിനിറ്റൂടെ ഉള്ളൂ, പെട്ടെന്ന് ആ ഭാഗമെല്ലാം ഒന്ന് അവസാനിപ്പിക്കാം. മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം അതിന്റെ 15-ാമത്തെ മാത്യു 7:15 അവിടെ ഇങ്ങനെ വായിക്കുന്നു, കള്ളപ്രവാചകന്മാരെ സൂക്ഷിച്ചുകൊള്ളുവീൻ, അവർ ആടുകളുടെ വേഷം പൂണ്ട് നിങ്ങളുടെ അടുക്കൽ വന്ന് വരുന്നു, അകമയോ കടിച്ചു കീറുന്ന ചെന്നായ്ക്കൾ. കൊള്ളരുതാത്തവരെ അവർ സഹിച്ചുകൂടാഞ്ഞത് അറിയുന്നു. നമ്മളിവിടെ വായിക്കുന്നുണ്ട്, കൊള്ളരുതാത്തവരെ അവർ നീ സഹിച്ചുകൂടാഞ്ഞു, അവര് ടോളറേറ്റ് ചെയ്തില്ല. നമ്മുടെ കർത്താവ് മുമ്പ് കൂട്ടി പറഞ്ഞു, ആടുകളുടെ വേഷം പൂണ്ട് ചെന്നായ്ക്കൾ വരും. പൗലോസ് പറഞ്ഞു, എഫെസോസിലെ മൂപ്പന്മാരോട് പറഞ്ഞു, 20-ാം അധ്യായം അപ്പോസ്തലർ 20:29, ആട്ടിൻകൂട്ടത്തെ ആദരിക്കുന്ന കൊടിയ ചെന്നായ്ക്കൾ നിങ്ങളുടെ ഇടയിൽ കടക്കും. എഫെസോസ് സഭയോടാണ് പറഞ്ഞത്. ഇവിടെ അങ്ങനെ കൊള്ളരുതാത്തൊരു വന്നു. യഹൂദ ആചാരങ്ങൾ കൂടെ ക്രിസ്ത്യ ആചാരങ്ങളിൽ കൂട്ടിക്കലർത്തുവാൻ. 2, ഈ ക്രിസ്ത്യ സ്വാതന്ത്ര്യം തെറ്റായ ധാർമ്മിക ജീവിതത്തിന് പ്രേരിപ്പിക്കുന്ന ആളുകൾ കടന്നു വന്നു. 3, ഈ ക്രിസ്ത്യ സഭയുടെ ഈ സ്വാതന്ത്ര്യം അവരെ ഒരു പണസമ്പാദനത്തിന് വേണ്ടിയുള്ള ഒരു സംഭവമാക്കി തീർത്തു. ഇങ്ങനെയൊക്കെ ഉള്ളവരെ കർത്താവ് പറഞ്ഞു കൊടിയ ചെന്നായ്ക്കളാണ്, ആട്ടിൻകൂട്ടത്തെ ആദരിക്കാത്തവരാണ്. ഈ എഫെസോസ് സഭ ഇവരുടെ ഭാഗത്ത് കുറവുണ്ടെങ്കിലും ഇവർ കർത്താവിന് വേണ്ടി പ്രവർത്തിക്കുക മാത്രമല്ല, കൊള്ളരുതാത്തവരെ അവർ സഹിച്ചുകൂടാഞ്ഞതും, അപ്പോസ്തലന്മാരല്ലാതിരിക്കെ അപ്പോസ്തലന്മാരെന്ന് കളവായി പറഞ്ഞവരെയും പരീക്ഷിച്ചറിഞ്ഞു. എല്ലാവരെയും വിശ്വസിക്കരുതെന്ന് യോഹന്നാൻ രേഖപ്പെടുത്തി. 1 യോഹന്നാൻ 4:1 വാക്യത്തിൽ എല്ലാ ആത്മാവിനെയും വിശ്വസിക്കരുത്, ആത്മാക്കൾ ദൈവത്തിൽ നിന്നുള്ളതാണോ എന്ന് ശോധന ചെയ്യുവാൻ നമ്മളോട് ആവശ്യപ്പെട്ടു. ചിലര് അപ്പോസ്തലന്മാരാണെന്നും പറഞ്ഞു. അപ്പോസ്തലന്മാര് മരിച്ചു, എല്ലാ അപ്പോസ്തലന്മാരും ജീവിച്ചിരിപ്പില്ല. ആ കാലഘട്ടത്തിൽ ഈ അപ്പോസ്തലന്മാർ ഇങ്ങനെ കടന്നു വന്നപ്പോൾ, അപ്പോസ്തലന്മാരാണെന്ന് പറഞ്ഞു വന്നപ്പോൾ അവര് കള്ള അപ്പോസ്തലന്മാരാണെന്ന്. 2 കൊരിന്ത്യർ 12:12 അപ്പോസ്തലന്റെ ലക്ഷണങ്ങൾ അവരിൽ കാണാൻ കഴിഞ്ഞില്ല. അപ്പോസ്തലന്റെ ലക്ഷണങ്ങൾ കാണാൻ കഴിഞ്ഞില്ല. ഇങ്ങനെയുള്ളവർ കള്ള അപ്പോസ്തലന്മാർ. 2 കൊരിന്ത്യർ 11:13 ആദിമ നൂറ്റാണ്ടിൽ തന്നെ കള്ള അപ്പോസ്തലന്മാർ, കള്ള ശുശ്രൂഷകന്മാർ, ചെന്നായ്ക്കളുടെ വേഷത്തിൽ ആട്ടിൻകൂട്ടത്തിന്റെ ഇടയിൽ ആടുകളുടെ വേഷം കൊണ്ട് ചെന്നായ്ക്കൾ കടന്നു വന്നു. അവരെയൊക്കെ അവർ പരീക്ഷിച്ചറിഞ്ഞു. അവര് അത് കർത്താവ് അഭിനന്ദിക്കുന്നു. എങ്കിലും നിന്റെ ആദ്യ സ്നേഹം അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചിന്തിക്കാം. ഇവിടെ കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. എല്ലാം അറിയുന്ന കർത്താവ് നമ്മുടെ ഓരോ പ്രയത്നങ്ങളും അവന് വേണ്ടിയുള്ള അവനോടുള്ള സ്നേഹത്തിൽ ചെയ്യുന്ന ശുശ്രൂഷകളും പ്രയത്നങ്ങളും അറിയുന്നു. പ്രതിഫലം വീതിക്കുന്ന നാളിൽ ഓരോ ശുശ്രൂഷകളും നമ്മൾ കണ്ടു. ഫേബ അധികം അധ്വാനിച്ച പെർസിസ്, വളരെ അധ്വാനിച്ച മറിയ, അധ്വാനിച്ചവരായ ത്രിഫോമോസും. കർത്താവ് നമ്മുടെ ശുശ്രൂഷകളുടെ വലിപ്പം, ചെറുപ്പം, നമ്മളിൽ വ്യാപരിച്ച കൃപയൊക്കെ അറിയുമ്പോൾ നാം ഓർക്കുക, നമുക്ക് ലഭിക്കുന്ന അവസരങ്ങൾ ഒന്നും കളയാം. അവനോടുള്ള സ്നേഹം പ്രകടമാക്കുവാൻ, അതൊരവസരമായി ഏറ്റെടുക്കുവാൻ ഈ ലേഖനത്തിന്റെ ആരംഭത്തിൽ നമ്മളെ പഠനത്തിൽ ഇടയാക്കട്ടെ. അതോട് അനുബന്ധിച്ച് ശുശ്രൂഷയിൽ നിൽക്കുന്നവർ എത്ര ശ്രദ്ധാലുക്കളായിരിക്കണം. അവരെ കർത്താവിന്റെ വലങ്കരങ്ങളിൽ പിടിച്ചിരിക്കുകയാണ്. അവരുടെ പരാജയം നമ്മൾ കണ്ടു. ലവോദിക്ക സഭയുടെ ശുശ്രൂഷകനായ വ്യക്തിയുടെ പരാജയം നമ്മൾ കണ്ടു.
അത് 34 വർഷം കഴിഞ്ഞപ്പോൾ ലലോദിക്ക സഭയുടെ ദൂത് എഴുതി. ഇവിടെ നമ്മൾ കണ്ടു എഫേസോസ് സഭ എത്രയോ അനുഗ്രഹിക്കപ്പെട്ട സഭയാണ്. എന്നാൽ 30 വർഷം കഴിഞ്ഞപ്പോൾ, 32 വർഷം കഴിഞ്ഞപ്പോൾ അവരെ കറക്റ്റ് ചെയ്യേണ്ടതായിട്ട് വന്ന ഒരു ലേഖനം കർത്താവ് നമുക്ക് ശുശ്രൂഷകന്മാരെന്ന നിലയിൽ ശുശ്രൂഷകൾ ഏൽപ്പിക്കപ്പെട്ട ദൈവദാസന്മാർ കർത്താവിനോട് വിശ്വസ്തത പാലിക്കാം. കാരണം അവന്റെ വലങ്കരങ്ങളിൽ നമ്മളെ മുറുകെ പിടിച്ചിരിക്കുന്നു എന്നുള്ളത് ഓർത്ത് വിശ്വസ്തത പാലിക്കാം. വിശ്വസ്ത ശുശ്രൂഷകന്മാരായിരിക്കാം. കഴിയുന്നിടത്തോളം കർത്താവിന് വേണ്ടി അധ്വാനിക്കാം. പൗലോസ് പറഞ്ഞ പോലെ അവരെല്ലാവരെക്കാട്ടിലും ഞാൻ അത്യന്തം അധ്വാനിച്ചു എന്ന് പറയുവാൻ ദൈവം നമുക്ക് ഇടയാക്കട്ടെ. അവന്റെ വലിയ നാമം മഹത്വം.